2017 കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. 2025 ആയിട്ടും കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു കൊടുക്കാൻ ഇതുവരെ സാധിച്ചില്ലെന്ന് ആരോപണം. തൃത്താല മുൻ MLA VT ബൽറാം മുൻകൈയെടുത്ത് 1,79 ലക്ഷം രൂപ ചെലവിലാണ് അന്ന് 5 ക്ലാസ് മുറികൾ പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ആധുനിക സൗകര്യത്തോടെ പുതിയ കെട്ടിടത്തിൽ 10 ക്ലാസ് മുറികളാണ് ഉള്ളത്. 1,79 ലക്ഷം രൂപ ചെലവിലാണ് നവീന രീതിയിലുള്ള കെട്ടിട സമുച്ചയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളുള്ള 10 ക്ലാസ് മുറികൾ 2 നിലകളിലായി സജ്ജീകരിച്ച കെട്ടിടത്തിലുണ്ട്. തൃത്താല മുൻ MLA VT ബൽറാം മുൻകൈയെടുത്ത് 1,79 ലക്ഷം രൂപ ചെലവിലാണ് അന്ന് പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണത്തിലുണ്ടായ മന്ദഗതി വലിയ പ്രതിസന്ധിയാണ് സ്കൂളിന് സൃഷ്ടിക്കുന്നത്. നിർമ്മാണം വേഗത്തിലാക്കാൻ നടപടി വേണമെന്ന ആവശ്യവും ശക്തമായ PTA യോഗങ്ങളിലും മറ്റും ഉയർന്നിരുന്നു. ആധുനിക സൗകര്യങ്ങളുള്ള 10 ക്ലാസ് മുറികൾ, മൾട്ടിമീഡിയ റൂം, സ്റ്റോർ റൂം, ശുചി മുറികൾ, സ്റ്റേജ് ഉൾപ്പെടെയാണ് കെട്ടിടത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്നാൽ കേരള വിദ്യാഭ്യാസ ചട്ടപ്രകാരം കെട്ടിടം നിർമ്മിച്ചില്ലെന്നും പല സാങ്കേതികത്വവും പറഞ്ഞ് കോടികൾ ചിലവിട്ട് നിർമ്മിച്ച കെട്ടിടം നോക്കുകുത്തിയാവുകയാണെന്നും സ്കൂൾ PTA ഭാരവാഹികളും രക്ഷിതാക്കളും നാട്ടുകാരും അഭിപ്രായപ്പെട്ടു. ഇതിനിടെ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നും ക്ലാസ് മുറികളിലേക്ക് മഴവെള്ളം ചോർന്നൊലിക്കുന്നുവെന്ന പരാതിയും ഉയർന്നു വന്നിരുന്നു. സാങ്കേതികത്വം പറഞ്ഞ് കോടികൾ ചിലവിട്ട് നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം ഇനിയെങ്കിലും വേഗത്തിൽ പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം. NCV ന്യൂസ്, തൃത്താല.